ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിനകത്ത് കാണിക്കുന്നത് 2 സ്റ്റിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇപ്പോൾ ചെയ്യുന്ന ഈ സ്റ്റിച്ച് ഇത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിലാണ് കാണിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച്. ഇതെങ്ങനെയാണെന്ന് നോക്ക്. സൂചി താഴോട്ട് ഇറക്കിയിട്ട് മേളിലേക്ക് പൊക്കിയിട്ട് ആ സൂചിയുടെ അടിയിൽ കൂടെ നൂല് വരണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ആ സൂചി താഴേക്ക് ഇറക്കി. ഇപ്പോൾ കണ്ടോ, സൂചി മുകളിലേക്ക് എടുത്തു. പിന്നെ എതിലെയാണോ നമ്മൾ മുകളിലേക്ക് എടുത്തത് ആ പോയിന്റിൽ നിന്ന് തന്നെ വേണം സൂചി താഴേക്ക് ഇറക്കിയിട്ട് വീണ്ടും മേളിലേക്ക് പൊക്കിയെടുക്കണം. എന്നിട്ട് ആ സൂചിയുടെ അടിയിൽ കൂടെ നൂലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ വലിക്കാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, അത് കെട്ട് വീഴാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വലിക്കുമ്പോൾ നൂല് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ആക്കരുത്. അപ്പോൾ നമുക്ക് ആ 2 നൂലിൻ്റെയും കൂടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരേണ്ടത് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ പെറ്റലിന്, ഇപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ തയ്ക്കുമ്പോൾ ആ ഒരു പെറ്റലിന് നല്ല ഒരു ഭംഗി, ഒരു ഷേപ്പൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ നോക്കിക്കോണേ, കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ. ഇപ്പോൾ ഇത്രയേ വലിക്കാവുള്ളൂ. ഇനി ഒന്നും കൂടി നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് പോകും. അല്ലെങ്കിൽ ആ പെറ്റൽ അതിൻ്റെ നടുക്ക് വരുന്ന ഒരു ചെറിയ ഗ്യാപ്പ് അതില്ലാണ്ടായിപ്പോൾ. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച്. ഇനി ഇതുമായിട്ട് നല്ല സാമ്യമുള്ള വേറൊരു സ്റ്റിച്ചുണ്ട്, അതാണ് ചെയിൻ സ്റ്റിച്ച്. ഈ ലേസി ഡേസി സ്റ്റിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ചെയിൻ സ്റ്റിച്ച് ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുക. ഈ ആദ്യം നമ്മൾ ചെയ്തെടുത്ത് ഇപ്പോൾ ഒരു ചെയിനാണ് കംപ്ലീറ്റ് ആയേക്കുന്നത്. അതിൻ്റെ അകത്തൂടെയാണ് സൂചി നമ്മൾ എടുത്ത് വീണ്ടും പൊക്കുന്നു. മുമ്പത്തെ ലേസി ഡേസി സ്റ്റിച്ച് പോലെ തന്നെ സൂചിയുടെ അടിയിൽ കൂടെ നൂലെടുക്കുന്നു. കണ്ടോ, അടുത്ത ചെയിൻ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ സൂചി ഇറക്കേണ്ടത് ആ ഇപ്പോൾ കിട്ടിയ ചെയിനിൻ്റെ അകത്തൂടെയാണ് താഴേക്ക് എടുക്കേണ്ടത്. ഈ നൂല് സൂചിയുടെ അടിയിലാണെന്ന് ഉറപ്പാക്കണം, എങ്കിലേ ആ സ്റ്റിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. സൂചി ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴേക്കും നൂല് സൂചിയുടെ അടിയിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ച് നമുക്ക് കിട്ടും. ആ ലൈനിൽ കൂടെ നമ്മൾ മാറിപ്പോകാതെ ഇതിലേ കൂടിയാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് ലൈനാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ആകുമ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് ആ വരച്ചേക്കുന്ന ഇതിലെയാണോ അതിലേ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇനി ഈ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഒരു ഫ്ലവർ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാവേ. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ, ഇപ്പോൾ ഫ്ലവർ വേണമെന്നൊന്നുമില്ല, ഏത് ഡിസൈൻ വേണമെങ്കിലും, ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ ഏത് ഡിസൈനാണ് നമുക്ക് ആവശ്യം, ആദ്യം നമ്മൾ ആ ഡിസൈന് ഒന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ മുമ്പേ ആ ലൈനിൽ കൂടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിന് പകരം ഈ വരച്ചേക്കുന്ന ഡിസൈനിൻ്റെ ഷേപ്പിൽ കൂടെ നമ്മൾ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആ ഫ്ലവർ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന എതിലെയാണോ കറക്റ്റ് ആ ലൈനിൽ കൂടെ, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തത് കൊണ്ട് ആ പെട്ടലിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ കൂടെ കുറച്ച് നമ്മൾ വളച്ചും ഒക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോൾ ആ ലൈനിലായിരിക്കണമെന്ന് നമ്മൾ ഉറപ്പാക്കിയാൽ മതി കേട്ടോ. അതിനൊരു ഈ പെട്ടലിനൊരു വളവുള്ളത് കൊണ്ട്, ഒരു റൗണ്ട് പെറ്റലാണല്ലോ, അപ്പോൾ അത് വളഞ്ഞു വരുന്നതുകൊണ്ട് നമ്മൾ സൂചി കുറച്ചിങ്ങനെ ടേൺ ചെയ്ത് വേണം എടുക്കാനെന്ന് മാത്രം. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഈ ഫ്ലവർ തീരുന്നവരെ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും ഒരു ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ഇതേ ഷേപ്പിൽ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ആ പെറ്റൽ നിറഞ്ഞു വരും, ഫില്ല് ചെയ്യും. അങ്ങനെ ഒരു ഫില്ലിംഗ് ഡിസൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
പിന്നെ ഇപ്പോൾ സാരിയിലും ചുരിദാറിലും ഒക്കെ വലിയ ബിഗ് ഡിസൈൻസ് ചെയ്യുമല്ലോ, അങ്ങനെ നമുക്ക് ബോർഡർ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഇതും കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വലിയ ഡിസൈൻസ് ഉണ്ടല്ലോ, ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഡിസൈൻസ് ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ചെയ്തിട്ട് അതിനകത്ത് ഫാബ്രിക് പെയിൻറ്റ് വെച്ചൊക്കെ ഫില്ല് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ പെറ്റൽസും ചെയ്തെടുത്താൽ മതി. ഇനി ഇങ്ങനെ പെറ്റൽസ് ജോയിൻ ചെയ്യുന്ന സ്ഥലം വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇനി ആ പെറ്റൽ അവിടെ എൻഡ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ഇറക്കിയിട്ട്, ഇപ്പോൾ സൂചി കുത്തി താഴോട്ട് ഇറക്കിയിട്ട് വീണ്ടും നമുക്ക് സെൻട്രലിൽ നിന്ന് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മൾ വീണ്ടും പോയി അവിടുന്ന് നമുക്ക് സെക്കൻഡ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഫസ്റ്റ് പെറ്റൽ അങ്ങനെ കൊണ്ടുവന്ന് സെൻറ്റർ വരെ എത്തിച്ചിട്ട് ആ രണ്ട് പെറ്റലും കൂടെ കൂടി ചേരുന്ന പോയിന്റിൽ നിന്ന് അടുത്ത പെറ്റലിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് പെറ്റലും, ഇപ്പോൾ നമ്മൾ 5 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, അതെല്ലാം അങ്ങനെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ തന്നെ ഇപ്പോൾ സെക്കൻഡ് പെറ്റൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വളവ് വരുമ്പോൾ കുറച്ച് ടേൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. പിന്നെ ഇതിനകത്തിപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ആങ്കർ ത്രെഡിൻ്റെ 6 strands അങ്ങനെ തന്നെ യൂസ് ചെയ്തേക്കുവാണ്. കാരണം ഇപ്പോൾ വീഡിയോയിൽ എടുക്കാനായതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട്, കാണാൻ മാത്രം, അല്ലെങ്കിൽ തീരെ തിന്നായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ 6 strands കൂടി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ എടുക്കണമെന്ന് ആവശ്യമില്ല. ഇതിനേക്കാളും കാണാൻ ഭംഗി ഒരു 2 strands അല്ലെങ്കിൽ 3 strands എടുക്കുന്നതാണ്. അപ്പോൾ ആ തിന്നായിട്ട് ഒരു ലൈൻ പോലെ നമുക്ക് കിട്ടും. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. ഇതിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങനെ 6 strands എടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് 2 strands തന്നെ മതി, ഇല്ലെങ്കിൽ മാക്സിമം 3 എടുത്താൽ മതി. ഒത്തിരി കട്ടിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി കുറഞ്ഞു പോവേ. ഇത് നമുക്ക് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നല്ല ഇപ്പോൾ നമ്മൾ വേറെ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീഫ് ചെയ്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വള്ളികളൊക്കെ പോലെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിത്രേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്റ്റിച്ച് ഈസി ആയിട്ടുള്ളതാണ്. അതുപോലെ ആദ്യം നമ്മൾ കണ്ട ലേസി സ്റ്റിച്ചും ഭയങ്കര സിമ്പിളായിട്ടുള്ളതും, അതുപോലെ നമുക്ക് എളുപ്പത്തിലൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചുമാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പെറ്റൽസ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഫ്ലവർ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച് ലേസി സ്റ്റിച്ച് വെച്ച് ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ലേസിയുടെ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തു, താഴോട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കുവാണ്. ഒരു പെറ്റൽ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ഇപ്പോൾ റെഡിയായി. ഇനി ഇപ്പം നമ്മൾ ചെയ്ത പെറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഇതേപോലെ തന്നെ ഒരു ലേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 2 പെറ്റലിൻ്റെയും നടുക്കായിട്ട് ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് ഇനി ഇതിൻ്റെ 2 സൈഡിൽ നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ 2 സ്റ്റിച്ച് അല്ലെങ്കിൽ 2 പെറ്റൽ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും 2 പെറ്റൽ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ പെറ്റലിനും ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിലാണ് കാണാനായിട്ട് നല്ല ഭംഗി. ഇനി ഇങ്ങനെ
കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടത്തില്ല, അല്ലെങ്കിൽ കിട്ടുമോ എന്ന് അറിയത്തില്ല, അങ്ങനെ പേടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമ്മളൊരു റൗണ്ട് വരച്ചിട്ട് ആ റൗണ്ടിനകത്ത് നിൽക്കുന്ന പോലെ കറക്റ്റ് ഡിസ്റ്റൻസിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ റൗണ്ടിൻ്റെ നടുവിലേക്ക് ഒരു പോയിൻ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് നമുക്ക് പെറ്റൽസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് 4 പെറ്റൽസ് കിട്ടി. ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത 2 പെറ്റലിൻ്റെ മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ 2 പെറ്റൽസ് ചെയ്തെടുത്താൽ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ടോട്ടലി 6 പെറ്റൽസ് ആണ് നമ്മൾ ഈ ഫ്ലവറിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു കുഞ്ഞു ഫ്ലവർ ആയതുകൊണ്ട് നമുക്കിത് ഇത്രയും ആവശ്യമുള്ളൂ. ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഈ ലേസി ഡേസി ഫ്ലവേഴ്സ് വലിയ ഫ്ലവർ നമുക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നടുവിലേക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ വലിയ സർക്കിൾ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പെറ്റൽസ് ചെയ്യുമ്പോൾ വലിയ ഫ്ലവർ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വരും, അതിനകത്തേക്ക് കൂടുതൽ പെറ്റൽസ് ആഡ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് വലിയ ഫ്ലവർ ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര വലിയ ഫ്ലവർ നമുക്ക് വേണോ അത്രയും വലിയ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു സർക്കിളിൻ്റെ വലുപ്പം നമ്മൾ കൂട്ടിയാൽ മതി. ഇനി ഈ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പല വീഡിയോയിലും നമ്മൾ ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനിലും അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സിലും തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 1-2 ഡ്രസ്സും കൂടെ ഇതിനകത്ത് കാണിക്കാവേ. ഇപ്പോൾ 2 കുർത്തിയുടെ നെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന ഫ്ലവേഴ്സാണ് കാണിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ നെക്ക് ലൈനായിട്ട് ചെറിയ വീതി കുറഞ്ഞ നെക്ക് ലൈനൊക്കെ ചെയ്യുമ്പോഴും ഇത് ചെയ്യാൻ നല്ല ഭംഗിയാണ്. കാരണം ഇത് കുഞ്ഞു ഫ്ലവറായിട്ട് കിട്ടുന്നത് കൊണ്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ബ്ലാക്കിൽ ചെയ്തേക്കുന്നത് കുഞ്ഞ് ഫ്ലവറാണ്, മറ്റു ബ്ലൂവിൽ അത് കുറേ ഫ്ലവേഴ്സ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും ഭംഗിയാണ്, സിംഗിളായിട്ട് ചെയ്താലും ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.